أعوذ بالله من الشيطان الرجيم ولقد نعلم أنك يضيق صدرك بما يقولون فسبح بحمد ربك وكن من الساجدين. സ്നേഹധരണീയരായ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, നാം ഓരോരുത്തരെയും നാം അറിയാതെ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആമുഖമായി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പൊരുത്തത്തിലായി ജീവിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ നമ്മെ ചേർക്കുകയും അങ്ങനെ തന്നെ ഇഹലോകവാസം വെടിയുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. ബുദ്ധിയുള്ള മനുഷ്യർ എന്നുള്ള നിലയ്ക്ക് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന വലിയൊരു കാര്യമാണ് ജീവിതത്തിൽ വിജയികളാകണം എന്നുള്ളത്. എന്നാൽ യഥാർത്ഥ വിജയം അതെന്താണ് എന്നും എങ്ങനെ നേടിയെടുക്കാമെന്നും പരിശുദ്ധ ഖുർആനിൻ്റെ ഒരു വചനത്തിലൂടെ അള്ളാഹു പറയുന്നുണ്ട്. ഖുർആനിൻ്റെ മുഴുവൻ ആശയങ്ങളും ഒരായത്തിലേക്ക് അള്ളാഹു ചുരുക്കിയതുപോലെ ഒരു വചനം നമ്മൾക്ക് ഖുർആനിൽ കാണാം. വിജയം ആഗ്രഹിക്കുന്നവർ ആ ഒറ്റ വചനത്തെ ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ തന്നെ അവർക്ക് വിജയം നേടിയെടുക്കാൻ സാധ്യമാണ്. സൂറത്തുൽ ഹജ്ജിലെ 77-ാമത്തെ ആയത്താണ്. ആ ആയത്തുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ഖുതുബ നമ്മൾ ഉണർത്തുന്നത്. സൂറത്തുൽ ഹജ്ജിലെ 77-ാമത്തെ ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇർകഊ വസ്ജുദൂ വഅബ്ദു റബ്ബക്കും വഫ്അലുൽ ഖൈറ ലഅല്ലക്കും തുഫ്ലിഹൂൻ. ഇതാണ് ആയത്ത്. വിജയികളാകാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള 4 കാര്യങ്ങൾ. ദുനിയാവിലെ വിജയമല്ല, അവസാനിക്കാത്ത പരലോകത്തുള്ള വിജയം ആഗ്രഹിക്കുന്നവരോടാണ് അള്ളാഹുവിൻ്റെ സംസാരം. 4 പ്രധാന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണോ, വിജയികളാകാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് അവസാനിക്കുന്നത് തന്നെ. യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. സത്യവിശ്വാസികളെ, പരിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ കൽപ്പന, മനുഷ്യരെ വിളിച്ചുകൊണ്ട് അള്ളാഹു ആദ്യത്തെ കൽപ്പന ഉഅ്ബുദൂ റബ്ബക്കും എന്നാണ്. നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ ആരാധിക്കണം. അവനുള്ള ആരാധനയിൽ നിങ്ങൾ അവനെ മാത്രം പ്രത്യേകമാക്കണം. വിശുദ്ധ ഖുർആനിലെ 1-ാമത്തെ കൽപ്പനയാണത്. മനുഷ്യരെ ആകമാനം വിളിച്ചുകൊണ്ടുള്ള കൽപ്പന സൂറത്തുൽ ബഖറയിലാണ്. ഒരുപക്ഷെ പല ആളുകൾക്കും ആയത്ത് അറിയാമായിരിക്കും. യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ എന്ന് തുടർന്ന് പോകുന്ന ആയത്താണ്. അപ്പോൾ ഖുർആനിൻ്റെ 1-ാമത്തെ കൽപ്പന എന്താണ്? അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നാണ്. ഖുർആനിലെ 1-ാമത്തെ വിരോധം എന്താണ്? അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കരുത് എന്നാണ്. വലാ തജഅലൂ ലില്ലാഹി അൻദാദ, അതാണ് 1-ാമത്തെ വിരോധം. ഈ അനുഗ്രഹങ്ങൾ അഖിലം, കുറേ അനുഗ്രഹങ്ങളൊക്കെ പറഞ്ഞു വന്നിട്ട് അള്ളാഹ് പറയാണ്, ഇങ്ങനെയുള്ള നാഥനിൽ നിങ്ങൾ സമന്മാരെ സ്ഥാപിക്കരുത്. വഅൻതും തഅലമൂൻ, അറിഞ്ഞുകൊണ്ട്.
അപ്പോൾ ഖുർആനിൻ്റെ ഒന്നാമത്തെ കൽപ്പന, ഒന്നാമത്തെ വിരോധം റബ്ബിനെ ആരാധിക്കുക, റബ്ബല്ലാത്തവർ ആരാധിക്കരുത്. ആ ആയത്ത് അള്ളാഹു തുടങ്ങുന്നത് യാ അയ്യുഹന്നാസ് എന്ന് പറഞ്ഞിട്ടാണ്. ആ വിളിയിൽ ആരൊക്കെ പെടും? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നബി തങ്ങളത് വിളിച്ചപ്പോൾ ആ വിളിച്ച നബിയും സ്വഹാബികളും പെടും. അതുപോലെ തന്നെ സ്വഹാബികളല്ലാത്ത മക്കയിലെ മുശ്രിക്കുകൾ പെടും. ഇനി മദീനയിലെ ജൂതന്മാർ പെടും, മുനാഫിക്കുകൾ പെടും. നമ്മുടെ നാട്ടിൽ ഇത്രങ്ങാനും പ്രത്യയശാസ്ത്രങ്ങൾ സ്വീകരിക്കുന്ന ആളുകളുണ്ട്, ഓലൊക്കെ പെടും. മതമുണ്ട്, മതമില്ല, ദൈവമുണ്ട്, ദൈവമില്ല എന്ന് പറഞ്ഞവരൊക്കെ പെടും ആ വിളിയിൽ യാ അയ്യുഹന്നാസ്. അപ്പോൾ ആ ഒന്നാമത്തെ കൽപ്പനക്ക് ഉത്തരം കൊടുക്കുകയും ഒന്നാമത്തെ വിരോധം ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തവർ ആരാണോ അവരാണ് മുഅ്മിനീങ്ങൾ. ആ മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയാണ് യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇർകഉ വസ്ജുദു, നിങ്ങൾ റുക്കൂ ചെയ്യുന്നവരുടെ കൂടെ റുക്കൂ ചെയ്യുക, സുജൂദ് ചെയ്യുന്നവരുടെ കൂടെ സുജൂദ് ചെയ്യുക. 4 കൽപ്പനകളിൽ ഒന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ ഖുതുബയുടെ ആദ്യത്തിൽ 4 കാര്യങ്ങൾ ആരിലുണ്ടോ അവർ വിജയികളാണ്. ഒന്നാമത്തെ കൽപ്പന എന്താണ്? റുക്കൂ ചെയ്യുക, സുജൂദ് ചെയ്യുക. അതിൻ്റെ മുറാദ് എന്താ? ഉദ്ദേശം എന്താ? നിസ്കരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് എന്താ? ഓരോന്നിനെയും ചെറിയ രൂപത്തിൽ വിശദീകരിക്കാം. രണ്ടാമത്തത് വഅ്ബുദു റബ്ബക്കും, ഏത് നന്മയുടെയും ഫൗണ്ടേഷൻ വഅ്ബുദു റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവിനെ ആരാധിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തത് വഫ്അലുൽ ഖൈർ, നിങ്ങൾ നന്മകൾ ചെയ്യുക, ഖൈറുകൾ ചെയ്യുക എന്നാണ്. അപ്പോൾ റുക്കൂ ചെയ്യുക, സുജൂദ് ചെയ്യുക, അതുപോലെ തന്നെ റബ്ബിനെ ആരാധിക്കുക, നന്മകൾ ചെയ്യുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളാകും എന്നാണ്. വിജയികളായേക്കാം എന്ന അള്ളാഹുവിൻ്റെ പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താ? വിജയികളാകും എന്ന് തന്നെയാണ്. ഒന്നാമത് അള്ളാഹ് പറഞ്ഞത് എന്താണ്? റുക്കൂഉം സുജൂദും നിർവഹിക്കുക എന്നാണ്. ആയത്തിൻ്റെ തഫ്സീർ വായിച്ചാൽ അഖില മുഫസ്സിറുകളും പറഞ്ഞത് എന്താ? അതുകൊണ്ട് ഉദ്ദേശം അസ്വലാ, നമസ്കാരമാണ്. നമസ്കാരത്തിൻ്റെ പ്രാധാന്യമാണ് ഈ പ്രയോഗം അറിയിക്കുന്നത് എന്നും പണ്ഡിതന്മാർ പറഞ്ഞു. വിശ്വാസികളുടെ മാത്രം ഖുസൂസിയത്തായി, പ്രത്യേകതയായി അള്ളാഹ് പറഞ്ഞെന്താ? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും വിശ്വാസികൾ വിജയികളാണ്. വിശുദ്ധ ഖുർആനിൽ ഖദ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആയത്തുകളൊക്കെ വല്ലാഹി എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാഹുവാണേ സത്യം. അങ്ങനെ അള്ളാഹ് തുടങ്ങുന്ന ഒരു അധ്യായമാണ് 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂൻ. സത്യവിശ്വാസികൾ എന്നാണ് സൂറത്തിൻ്റെ പേര് തന്നെ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും വിശ്വാസികൾ വിജയിച്ചു, അള്ളയാണേ അവർ വിജയികളാണ്. അവരുടെ ക്വാളിറ്റികളിൽ ഒന്നാമത്തത് അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ നിസ്കരിക്കുന്നവരാണ് എന്നല്ല, അവർ നിസ്കരിക്കുന്നവരാണ് എന്നല്ല, പിന്നെയോ അവർ അവരുടെ നമസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരാണ്. നമ്മളിൽ അധിക പേരും നിസ്കരിക്കുന്ന ആളുകളാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല വല്ലാഹ്. ആ നിസ്കാരത്തിൻ്റെ കാമ്പ് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ നമ്മളിൽ നിന്ന്? ആ നൃത്തത്തിൽ, ആ റുക്കൂഇൽ, സുജൂദിൽ തുമഇനീനത്തുകൾ, അടക്കം, ഒതുക്കം, ഒരു ശാന്തത. അള്ളാഹുവിൻ്റെ ഹബീബ് നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ വെള്ളപാത്രത്തിൽ നിന്ന് വെള്ളം തിളക്കുന്നത് പോലെയുള്ള ശബ്ദം അവിടുത്തെ നെഞ്ചകങ്ങളിൽ നിന്ന് കേട്ടിരുന്നു എന്ന് സഹാബികൾ പറയുമ്പോൾ എന്തായിരിക്കണം ആ നമസ്കാരം? ഒരുപക്ഷെ ഈ നമസ്കാരം ജീവിതത്തിൽ അവസാനത്തെ നമസ്കാരമായിരിക്കുമോ എന്ന് വരെ തോന്നുമാറുള്ള ഖുശൂഉള്ള നമസ്കാരമായിരുന്നു ഹബീബുന വ ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിരുന്നു. അങ്ങനെ ഒരു ഖുശൂഉള്ള നിസ്കാരത്തിൻ്റെ ഉടമകളായി മാറാൻ നമുക്ക് കഴിയണം. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞെന്താ? റഅസുൽ അംരിൽ ഇസ്ലാം, കാര്യങ്ങളുടെ തലവൻ, എല്ലാ കാര്യങ്ങളുടെയും തലവൻ ഇസ്ലാമാണ്. അതിൻ്റെ തൂണെന്ന് പറയുന്നത്, ഇസ്ലാമിൻ്റെ തൂണെന്ന് പറയുന്നത് അത് നമസ്കാരമാണ്. ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് കുറേ തൂണുകളിലാണ്. ആ തൂണുകളുടെ ബലക്ഷയം സംഭവിച്ചാൽ, അതിൻ്റെ തകർച്ച സംഭവിച്ചാൽ എന്താ സംഭവിക്കുക? ഈ സ്ട്രക്ചർ തന്നെ
ഈ ബിൽഡിംഗ് തന്നെ നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയിലേക്ക് അത് എത്തിപ്പെടും അല്ലേ? എങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ബിൽഡിങ്ങിൻ്റെ തൂണാകും നമസ്കാരം എന്നാണ്. ആ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ കൃത്യതയില്ലാത്തവൻ ഇസ്ലാം മുഴുവൻ അവരിൽ നഷ്ടപ്പെട്ടവനെ പോലെയാണെന്നാണ് ഇപ്പോൾ ഞാൻ കേൾപ്പിച്ച ഹദീസിൻ്റെ സാരം. മാത്രമല്ല, നാളെ പരലോകത്ത് നമ്മൾ ചെയ്ത കർമ്മങ്ങളെക്കുറിച്ചും അനുഭവിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ചും ചോദ്യം ചെയ്യപ്പെടുമെന്ന് വ്യക്തമായ ധാരണയുള്ളവരാണ് നമ്മൾ. നാളെ അള്ളാഹുവിൻ്റെ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമെന്നുള്ള വിശ്വാസമുള്ളവരാണ് നമ്മൾ. 60 വയസ്സുവരെ ജീവിച്ചവൻ തനിക്ക് ബുലൂഗ് എത്തിയത് മുതൽ അവൻ്റെ നന്മ തിന്മകൾ എഴുതി വെക്കുന്ന സമയം മുതൽ അവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും അവനോട് ചോദ്യം ചെയ്യപ്പെടുമെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ആ ചോദ്യം ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ ഓരോരുത്തരും അഭിമുഖീകരിക്കേണ്ട ചോദ്യമായി പറഞ്ഞത് അവ്വലുമാ യുഹാസബു ബിഹിൽ അബ്ദ് യൗമൽ ഖിയാമ അസ്വലാഹ്. ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്ന നമസ്കാരമാണ്. അത്രമേൽ പ്രാധാന്യമുള്ള ഇബാദത്താണ് പ്രിയപ്പെട്ടവരെ നിസ്കാരം എന്ന് പറയുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏത് ഇബാദത്തുകളിലും അവന് ചില ഇളവുകളുണ്ട്. സക്കാത്തിനെ കുറിച്ച് പറഞ്ഞില്ല, ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നാണല്ലോ സക്കാത്ത്. എല്ലാ മുസ്ലിമീങ്ങളും കൊടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല. അതിന് ചില പ്രത്യേകമായ ആളുകളെ പഠിപ്പിച്ചു. നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? എല്ലാവരും നോമ്പ് നോൽക്കാൻ പറഞ്ഞോ? നീ യാത്രക്കാരനാണോ, നിനക്ക് നോമ്പ് ഒഴിവാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ വാർദ്ധക്യത്തിലേക്ക് എത്തിയിട്ട് ആരോഗ്യമൊക്കെ ക്ഷയിച്ച അവസ്ഥയിലാണ്, പക്ഷെ നിനക്ക് ബോധമുണ്ട്, നോമ്പ് ഒഴിവാക്കാം. അങ്ങനെ എത്രയെത്ര ആളുകളെ എണ്ണി. അതുപോലെ തന്നെ ഇനി നിങ്ങൾ നോക്കൂ, ഹജ്ജിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എല്ലാവരും ഹജ്ജ് ചെയ്യണോ? സാമ്പത്തിക ശേഷിയുള്ള ആരോഗ്യമുള്ളവർക്കേ ഹജ്ജുള്ളൂ. എന്നാൽ ഇസ്ലാം കാര്യങ്ങളിൽ ഷഹാദത്ത് കഴിഞ്ഞാൽ ഒന്നാമത് പഠിപ്പിച്ച നിസ്കാരത്തിൽ നിന്ന് ആരും ഒഴിവല്ല. ഹബീബായ റസൂൽ അതിനെക്കുറിച്ച് പറഞ്ഞത്, എനിക്ക് ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ട സകല ഇബാദത്തുകളും ജിബ്രീൽ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് കൊണ്ടുതന്നതാണ്. നിസ്കാരം ഞാൻ അവിടെ പോയി മേടിച്ചതാണ്. അത്രമേൽ പ്രാധാന്യമുള്ള ബദനിയായ ഒരു മനുഷ്യൻ, ഒരടിമ നിർവഹിക്കുന്ന ഏറ്റവും നല്ല ഇബാദത്ത് എന്ന് പറയുന്നത് അത് നമസ്കാരമാണ്. അതുകൊണ്ടാണ് നാളെ പരലോകത്ത് ആദ്യമായി അത് ചോദ്യം ചെയ്യപ്പെടും. ഇത്ര വരെ അവിടുന്ന് പഠിപ്പിച്ചു, നമ്മുടെ നേതാവ് പഠിപ്പിച്ചു. ഒരു മുസ്ലിമിൻ്റെയും അമുസ്ലിമിൻ്റെയും ഇടയിലുള്ള വലിയ മാനദണ്ഡമായി, ഒരു വലിയ അടയാളമായി പഠിപ്പിച്ചത് നിസ്കാരമാണ്. ഫമൻ തറക്കഹ ഫഖദ് കഫറ. സക്കാത്ത് കൊടുക്കാത്തവൻ കാഫറാണെന്ന് പറഞ്ഞിട്ടില്ല. ഹജ്ജ് ഒഴിവാക്കിയവൻ അത് ചെയ്യാൻ പ്രാപ്തനായിട്ടും അത് ചെയ്യാത്തവൻ കാഫറാണെന്ന് പറഞ്ഞിട്ടില്ല. നോമ്പ് നോൽക്കാൻ അവൻ അവസരങ്ങൾ ഉണ്ടായിട്ടും അത് ഒഴിവാക്കിയവൻ കാഫറാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ അത് സമയാസമയം കൃത്യമായി നിർവഹിക്കാത്തവൻ കാഫറാണെന്ന് പറയണമെങ്കിൽ എത്രമേൽ ഇമ്പോർട്ടൻ്റ് ആണ് ഇസ്ലാമിലെ ഇബാദത്ത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. കഠിനമായ താക്കീതല്ലേ? ഇപ്പം നമ്മുടെ മനസ്സിന് ഞാനൊരു ചോദ്യം ചോദിക്കാം. ഏറ്റവും വലിയ ചരിത്രങ്ങളിൽ കഴിഞ്ഞുപോയ അഹങ്കാരി ആരാണ് എന്ന് ചോദിച്ചാൽ ദീനുമായി കുറച്ചെങ്കിലും ബന്ധമുള്ള ആളുകൾക്കറിയാം, അത് ഫറോവയാണ്. റാംസസ് രണ്ടാമനാണ്. മൂസാ നബി അഭിമുഖീകരിക്കേണ്ടി വന്ന ആ ധിക്കാരി. മൂസാ നബിയുടെ കാലഘട്ടത്തിൽ അവൻ പറഞ്ഞ വാക്കല്ലേ, അന റബ്ബുക്കുമുൽ അല ഫഹശറ ഫനാദ ഫഖാല അന റബ്ബുക്കുമുൽ അല. അവൻ്റെ ആളുകളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടിയിട്ട് അവൻ പ്രഖ്യാപിക്കുകയാണ്, ഞാനാകുന്നു നിങ്ങളുടെ ഉന്നതനായ രക്ഷിതാവ് എന്ന്. ആ ഫിറൗൻ നാളെ നരകത്തിലാണ് എന്ന് ഖുർആൻ പറയുന്നില്ലേ? ഉദുവ്വം വഅശിയ, രാവിലെയും വൈകുന്നേരവും നരകത്തിൻ്റെ അഗ്നിജ്വാലകൾ കാണിക്കപ്പെടുന്ന വ്യക്തിയാണ് ഫറോവയും അവൻ്റെ സംഘങ്ങളും എന്ന് പറഞ്ഞില്ലേ? നാളെ പരലോകത്ത് ജ്വലിക്കുന്ന നരകാഗ്നിയുടെ വിറകാണെന്ന് പറഞ്ഞില്ലേ? ആ ഫിറൗൻ്റെ കൂടെയാണ് അത്രേ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലാത്തവർ കടന്നു പോവുക എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, നാളെ തൻ്റെ ഗേറ്റിൻ്റെ മുന്നിൽ സിറ്റ് ഔട്ടിൽ വന്നു വീഴുന്ന പ്രധാനപ്പെട്ട പത്രത്തിലെ ആദ്യ പേജിൽ ലോകത്തെ ഏറ്റവും അറിയപ്പെട്ട തമ്മാടിയുടെ കൂടെ ഈ ഇരിക്കുന്ന നമ്മുടെ പേര് വന്നാൽ നമ്മുടെ സ്റ്റാറ്റസിനെ അത് എത്രത്തോളം വലിയ ബാധകമാകും അല്ലേ? എങ്കിൽ നാളെ ജനകോടികൾ ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത് ഫിറോന്റെ കൂടെ മാത്രമല്ല, ഉമയ്യത്ത് ബിൻ ഖലഫ് ഹബീബായ റസൂലുള്ളാഹിയുടെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പിയ ധിക്കാരിയാണവൻ. കൂട്ടുകാരന്മാർക്ക് വേണ്ടി സത്യത്തെ മറച്ചു വെച്ച് ഹബീബായ പ്രവാചകനെ പരിഹസിച്ചവനാണവൻ. അതുപോലെ തന്നെ ഫിറൗന്റെ കൊട്ടാരത്തിലെ എല്ലാ തോന്നിവാസങ്ങൾക്കും കൂട്ടുനിന്നവനാണ് ആര്? അവന്റെ മന്ത്രിയായ ഹാമാൻ. ഈ ഹാമാന്റെ കൂടെ ഫിറൗന്റെ കൂടെയാണ് നിസ്കരിക്കാത്തവർ കടന്നു പോവുക എന്ന് പറയുമ്പോൾ ആ പ്രഖ്യാപനത്തിന്റെ വില എത്രയാണ്? മാത്രമല്ല, നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ ആയത്തിൽ എന്താ പറഞ്ഞത്? വർക്കഉ വസ്ജുദു എന്നാണ്. റുക്കൂ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ വിനയപ്രകടനമാണ്.
അതിനേക്കാൾ വലിയ വിനയപ്രകടനമാണ്. അല്ലേ? റബ്ബിനോട് ഏറ്റവും കൂടുതൽ ക്ലോസ്നെസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ രൂപത്തിൽ അടുത്ത് നിൽക്കുന്ന സമയമാണ് സുജൂദ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ സുജൂദിൽ പ്രാർത്ഥനകൾ അധികരിപ്പിക്കണേ. അഖ്റബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദുൻ. നിസ്കാരം തന്നെ തിളക്കമുള്ളതാണ്. അതിൽ തന്നെ തിളക്കമുള്ള ഒരു കർമ്മമാണ് സുജൂദ്. അത്രമേൽ വിലപിടിപ്പുള്ള വിലമതിക്കാനാകാത്ത ഇബാദത്താണത് എന്ന് അർത്ഥം. എത്രത്തോളം എന്നറിയോ? ഒരുപക്ഷെ പല ആളുകളും കേട്ട ഹദീസാകാം, എന്നാലും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പിശാച് എന്ന് പറയുന്ന നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബദ്ധവൈരി. ഓരോ അടിമയുടെയും ശരീരത്തിൻ്റെ രക്തമെത്തുന്ന എല്ലാ ഇടങ്ങളിലും മജ്റദ്ദം, രക്തമെത്തുന്ന എല്ലായിടത്തും പിശാച് എത്തുന്നുണ്ട് എന്നാണ്. എല്ലാ സമയങ്ങളിലും നമ്മുടെ മനസ്സുകൾ വസ്വാസം ഉണ്ടാക്കുന്നുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് പല നന്മകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുന്നതും ദുനിയാവിൻ്റെ തിരക്കുകളിൽ വ്യാപൃതരാകുന്നതും. എന്തുകൊണ്ടാ? പിശാച് നമ്മളെ വല്ലാതെ വ്യാമോഹിപ്പിച്ച് വല്ലാതെ കൊണ്ടുപോകുന്നുണ്ട്. പിശാച് കൊണ്ടുപോകുന്നത് അങ്ങനെയാണ്. ഫലാ തഉറന്നകും എന്നാ പറഞ്ഞത്. പിശാച് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ എന്നാണ്. രണ്ട് കാര്യങ്ങളാണത്രേ മനുഷ്യരെ വഞ്ചിച്ചു കളയുക. ഒന്നവൻ്റെ ആത്യന്തിക ശത്രുവായ പിശാചും, മറ്റൊന്ന് ദുനിയാവുമാണ്. ഇതിൽ നമ്മൾ പെട്ടുപോയോ? ആ പിശാചിനെ കുറിച്ച് പറഞ്ഞ ഭാഗത്ത് എന്താ പറഞ്ഞത്? ഒരു വിശ്വാസി നിസ്കരിക്കുമ്പോൾ സുജൂദിലായിരിക്കെ പിശാച് പറയുമത്രയെന്ത്, എൻ്റെ ആദമിൻ്റെ മകൻ സുജൂദിൻ്റെ ആയത്തോതുകയും സുജൂദ് ചെയ്യുകയും സുജൂദ് ചെയ്യുന്ന സമയത്ത് പിശാച് കരഞ്ഞുകൊണ്ട് നമ്മളിൽ നിന്ന് അകന്നു പോകുമെന്നും ഹദീസുകളിൽ നമ്മൾ കാണാം. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. എന്നിട്ട് ഓൻ പറയത്രേ, എന്നോട് റബ്ബ് അന്ന് കൽപ്പിച്ച സുജൂദ് ചെയ്യാത്തതിൻ്റെ പേരിലാണ് ഞാൻ ഈ പിഴച്ചിരിക്കുന്നത്. പക്ഷേ അന്ന് ഞാൻ ചെയ്യാത്ത സുജൂദ് പല അടിമകളും ചെയ്യുകയാണല്ലോ എന്ന് വിചാരിച്ച് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് പിശാച് ഓടിപ്പോകുമാറുള്ള അത്രമേൽ നല്ല ഇബാദത്താണ് സുജൂദ്. ആ സുജൂദ് അടങ്ങിയ ഇബാദത്താണ് അസ്വലാ, നമസ്കാരം എന്ന് പറയുന്നത്. ഇബ്രാഹിം നബിയുടെ ദുആ തന്നെ എന്തായിരുന്നു? റബ്ബി ജഅൽനി മുഖീമസ്സലാഹ് വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. റബ്ബേ, എന്നെ നിസ്കരിപ്പിക്കുന്നവനാകണമെന്നല്ല, അത് നിലനിർത്തുന്നവനാക്കണേ എന്നാണ്. എന്നെ മാത്രമല്ല വമിൻ ദുർരിയതി. പല രക്ഷിതാക്കളും പള്ളിയിലേക്ക് കൃത്യമായി വരുന്നവരാൻ, സുബഹിക്ക് വരുന്നവരാൻ. പക്ഷേ നമ്മുടെ മക്കളെ വിളിച്ചുണർത്താൻ, ജമാഅത്തിന്റെ പ്രാധാന്യം ചെറുപ്രായത്തിലെ ഇഞ്ചക്ട് ചെയ്തു വെക്കാൻ നമ്മൾ തയ്യാറാകാറുണ്ടോ? ആലോചിച്ചു നോക്കണം. മക്കളെ ചെറിയ പ്രായത്തിൽ തർബിയത്തും തസ്കിയത്തും കൊടുക്കാൻ ആ വിഷയത്തിൽ നമുക്ക് കഴിയേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിസ്കാരത്തിന്റെ പ്രാധാന്യം പറയുന്ന ഭാഗത്ത് അല്ലാഹു പറഞ്ഞത് എന്താണ്? പ്രവാചകരെ, എനിക്കറിയാം, വലഖദ് നഅലം, തീർച്ചയായും എനിക്കറിയാം. റബ്ബ് പറയാൻ, എനിക്കറിയാം പ്രവാചകരെ, അന്നക യളീഖു സദറുക ബിമാ യഖൂലൂൻ. ശത്രുവിഭാഗങ്ങൾ നിങ്ങളോട് പറയുന്ന ഓരോ വാക്കുകളും കേട്ട് നിങ്ങളുടെ മനസ്സുകൾ വേദനിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അല്ലാഹു പറയാൻ, ശത്രുക്കളുടെ വാക്കുകളും കുത്തുവാക്കുകളും പരിഹാസങ്ങളും ഫിത്നകളും ഭയന്നുകൊണ്ട് കേട്ടുകൊണ്ട് നിങ്ങളുടെ മനസ്സുകൾ വേദനിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ആ വേദനകൾക്കുള്ള ശമനൌഷധമായി അല്ലാഹു പറഞ്ഞതെന്താ? ഫസബ്ബിഹ് ബിഹംദി റബ്ബിക്. ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹുവിനെ ധാരാളം തസ്ബീഹ് നിർവഹിക്കുക, പരിശുദ്ധിപ്പെടുത്തുക, സുബ്ഹാനല്ലാഹ് ചൊല്ലുക. വകും മിനസ് സാജിദീൻ. പ്രവാചകരെ, താങ്കൾ നിസ്കരിക്കുക എന്നാണ്. ടെൻഷനുകൾ അലട്ടുന്ന മനുഷ്യരെ അല്ലാഹു പറഞ്ഞത്, നിങ്ങൾ അല്ലാഹുവിൻ്റെ മുമ്പിൽ 2 റക്അത്ത് നമസ്കരിച്ചാൽ ആ പ്രയാസങ്ങൾക്ക് അത് അറുതിയാണ്. ആരാണ് വേദനകൾ പേറാത്തവൻ? ആരാണ് വിഷമങ്ങളില്ലാത്തവൻ ഈ കൂട്ടത്തിൽ? ശരി, നിനക്ക് 2 റക്അത്ത് നമസ്കരിക്കാം വുദു എടുത്തുകൊണ്ട്. അത്രമേൽ വലിയ ഔഷധമായി പഠിപ്പിച്ച ഇബാദത്താണ് നമസ്കാരം എന്നുള്ളത്. ഒരു 5 മിനിറ്റ് കൊണ്ട് ജഡികേച്ഛകളിലൂടെ ചെയ്തു തീർക്കേണ്ട ഇബാദത്തല്ല അത്. പിന്നെയോ ആസ്വദിച്ചുകൊണ്ട് ചെയ്യണം. എങ്ങനെ ആസ്വദിക്കേണ്ടത്? നമസ്കാരത്തിന്റെ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുമ്പോഴുള്ളൊരു വിനയം, സമിഅ അല്ലാഹു ലിമൻ ഹമിദ പറയുമ്പോഴുള്ള കൈകൾ കൂട്ടിപ്പിടിച്ചിട്ടുള്ളൊരു വിനയം, ആ റുക്കൂയിലേക്ക് പോകുമ്പോഴുള്ള ആ ഒരു ശ്രദ്ധ, ആ റുക്കൂയിലുള്ള ഒരു സുബ്ഹാന റബ്ബിയൽ അലീം എന്ന് പറയുമ്പോഴുള്ള മനസ്സിൽ ടച്ച് ചെയ്തിട്ടുള്ളൊരു സംസാരം, പിന്നെയുള്ള സുജൂദിലേക്കുള്ളൊരു പോക്ക്. നമ്മുടെയൊക്കെ പോക്ക് എന്താണ്? സ്പീഡിലേക്ക് അങ്ങ് പോകുന്നു, കുത്തിമറിയുന്നു പല ആളുകളും. ആ സുജൂദുകൾക്കിടയിൽ 7 കാര്യങ്ങളാണ് റബ്ബിനോട് പറയുന്നത്. റബ്ബി ഗഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. എന്താണത്? ജീവിതവും പരലോകവുമാണ് ആ ചോദിക്കുന്നത്. പക്ഷേ എന്താണ് നമ്മുടെ ചൊല്ലുന്ന സമയത്തുള്ള നമ്മുടെ മനസ്സ്? ആലോചിച്ചു നോക്കൂ. സലാം വീട്ടുന്നത് വരെയുള്ള ശ്രദ്ധയോടുകൂടി നിർവഹിക്കേണ്ടുന്ന ആ ഇബാദത്തിനോട് നമ്മൾ എങ്ങനെയെന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. മാത്രമല്ല, നിന്റെ രക്ഷിതാവിനോടുള്ള വലിയ
ഒന്നാമത്തെ പേപ്പറുള്ള കരാറാണ് നമസ്കാരം എന്ന് പഠിപ്പിച്ചു. മാത്രമല്ല നാളെ പരലോകത്ത് ഇരുട്ടാൻ മുന്നോട്ട് നീങ്ങണമെങ്കിൽ അമല് വേണം. സിറാത്ത് കടന്ന് മുന്നോട്ട് പോകണമെങ്കിൽ സിറാത്തിന്റെ മുകളിൽ ഇരുട്ടാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതിലേക്ക് നിനക്ക് മുന്നോട്ട് ഗമനം ചെയ്യണമെങ്കിൽ വെളിച്ചം വേണം. അസ്വലാത്തു നൂറുൻ, നമസ്കാരം അത് പ്രകാശമാണ് എന്ന് അങ്ങനെ പറഞ്ഞാൽ തീരുവോ? ഇല്ല. ഒരു ഖുത്ബ പോരാ, 2 ഖുത്ബ പോരാ, ധാരാളം സമയങ്ങൾ എടുത്ത് പറയേണ്ട ഏറ്റവും നല്ല ഇബാദത്താണത്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കാൻ പറഞ്ഞു. രണ്ടാമത് പറഞ്ഞത് ആരാധനകളിൽ ധാരാളം മുഴുകണേ എന്നാണ്. ആരാധനകൾ മുഴുകുക എന്ന് പറഞ്ഞെന്താ? റബ്ബിൻ്റെ മുന്നിൽ നീ അടിമത്തം സ്ഥാപിക്കണം. റബ്ബേ, ഞാൻ എത്ര ഉയരങ്ങളിലേക്ക് എത്തിയാലും, ഞാൻ എത്ര ആരോഗ്യമുള്ളവനാണെങ്കിലും, എത്ര പവർ എൻ്റെ കൈകൾ കൊണ്ട് പൊക്കാൻ കഴിയുമെങ്കിലും, എത്ര ദൂരേക്ക് ഞാൻ എത്ര കിലോമീറ്ററുകൾ സഞ്ചരിച്ചാലും ക്ഷീണിക്കാത്ത ശരീരമാണ് എനിക്കെങ്കിലും, അല്ലേ, എന്തെന്ത് ഞാൻ നേടിയാലും, യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, മനുഷ്യരെ അല്ലാഹുവിലേക്ക് നിങ്ങൾ ആവശ്യക്കാരാണ്. എത്ര ഉയരങ്ങളിൽ എത്തിയാലും, അല്ലേ, അത് ഖുർആൻ പറഞ്ഞ കാര്യമല്ലേ. നിങ്ങളെ ഞാൻ ദുർബലനായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ആ ദുർബലനായ മനുഷ്യന്റെ അടിമത്തം റബ്ബിന്റെ മുന്നിൽ നമ്മൾ എന്നും അവതരിപ്പിക്കുന്ന കാര്യമാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ സൃഷ്ടിച്ചത് തന്നെ. ഖുർആൻ അങ്ങനെ തന്നെ പറഞ്ഞില്ലേ, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ. നമ്മളോട് ചോദിച്ചിട്ടല്ല അങ്ങോട്ട് പറഞ്ഞയച്ചത്, നമ്മോട് ചോദിച്ചിട്ടല്ല ഉമ്മാന്റെ ഗർഭാശയത്തിൽ മാസങ്ങളോളം കിടന്നത്, നമ്മോട് ചോദിച്ചിട്ടല്ല നമുക്ക് ഭക്ഷണം എത്തിച്ചു തന്നത്, നമ്മോട് ചോദിച്ചിട്ടല്ല തലമുടി നരച്ചത്, നമ്മോട് ചോദിച്ചിട്ടല്ല അവയവങ്ങൾ വലുതായത്. നമ്മൾക്കിവിടെ ചില പ്ലാനിങ്ങുകൾ ഇങ്ങനെ ചെയ്യാമെന്ന് മാത്രം, പക്ഷെ അത് നടക്കുമെന്ന് പോലും നമുക്ക് ഉറപ്പില്ല. ആ റബ്ബ് പറയുന്നത്, ഞാൻ നിനക്ക് തരുന്ന സമയം വരെ എന്നെ ഇബാദത്തെടുക്കാനാണ് ഞാൻ നിന്നെ സൃഷ്ടിച്ചിട്ടുള്ളത്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹു പറയാൻ, അവർ റബ്ബിനെ കൃത്യമായി ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. എന്താണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ സുന്ദരമായി അതിനെക്കുറിച്ച് റഹിമഹുല്ലാ പറഞ്ഞത്, അൽ ഇബാദത്തു ഹിയ ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹുല്ലാഹ് വയർളാഹ് മിനൽ അഖ്വാലി വൽ അഅമാലിൽ ളാഹിറതി വൽ ബാത്തിന. ശൈഖുൽ ഇസ്ലാം പറഞ്ഞ വാക്കതാണ്, അള്ളാഹു ഇഷ്ടപ്പെടുന്നതും തൃപ്തിപ്പെടുന്നതുമായ എല്ലാ വാക്കുകളും പ്രവൃത്തികളും അഖിലും ഇബാദത്താണ്. കടന്നുറങ്ങുന്നത് വരെ ഇബാദത്തായി മാറ്റാൻ നമുക്ക് പറ്റും. റബ്ബേ, ഞാൻ നേരത്തെ കടന്നുറങ്ങുന്നത് നിന്നെ നാളെ 5 നേരം നമസ്കരിക്കാനും ഇബാദത്ത് ചെയ്യാനും എനിക്ക് രാത്രി കൃത്യമായിട്ട് ഉറക്കം കിട്ടിയേ പറ്റുള്ളൂ. അതുകൊണ്ട് റബ്ബേ, നിന്റെ വജു ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ കിടക്കുന്നത്. ആ നീയത്തോടെ ആ ഉറക്കവും ഇബാദത്തായി മാറും. തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റാൻ പറ്റുന്നവരാണ് നമ്മൾ, അല്ലേ? നമ്മളെ വാഹനത്തിലേക്ക് എണ്ണ അടിക്കുന്നത് വരെ കൂലിയാക്കി മാറ്റാൻ നമുക്ക് പറ്റും. അതെങ്ങനെയാ? റബ്ബേ, ഞാൻ ഈ എണ്ണ അടിക്കുന്നത് 5 നേരം എനിക്ക് പള്ളിയിൽ പോകണമെങ്കിൽ എൻ്റെ വണ്ടി സംവിധാനം വേണം. അതുകൊണ്ടൊക്കെ അതിനുള്ള നന്മകൾക്കൊക്കെയുള്ള സാധനമാണത്. അതുകൊണ്ട് അതിന് കൂലി തരണേന്ന് പറഞ്ഞാൽ അതും ഇബാദത്തായി. ഇങ്ങനെ റബ്ബ് ഇഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ഇബാദത്താൻ, റബ്ബ് ഇഷ്ടപ്പെടുന്ന എല്ലാ വാക്കുകളും ഇബാദത്താൻ. അതാണ് ഇബാദത്ത് എന്ന് പറഞ്ഞാലെന്ന്. നമസ്കാരമാകട്ടെ, സ്വതക്കയാകട്ടെ, ഇനി നീയത്ത് കൊണ്ട് ഇബാദത്താകുന്ന കുറേ ഞാൻ നേരത്തെ പറഞ്ഞ നന്മകളുണ്ടല്ലോ, അതെല്ലാം റബ്ബിൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ്. ഈ ഇബാദത്തുകളിൽ നമ്മൾ സജീവമാകേണ്ടതുണ്ട്. ഇബാദത്താകണമെങ്കിൽ 3 പ്രധാന തൂണുകൾ അതിൽ വേണം. വെറുതെ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ട് കാര്യമല്ല. അതിലൊന്നെന്താണെന്നറിയോ? കമാലുൽ മഹബ്ബ, മഹബ്ബത്ത് വേണം. എൻ്റെ റബ്ബിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്, അത് വേണം. ഞാൻ ഈ ജുമഅക്ക് വന്നത് എൻ്റെ റബ്ബിനോടുള്ള ഇഷ്ടമാണ്, വേറെ ആരോടുള്ള കടമയല്ല. ഞാനിവിടെ ജുമഅ നമസ്കരിക്കുന്ന എൻ്റെ റബ്ബിനോടുള്ള ഇഷ്ടമാണ്. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, വിശ്വാസികൾ അല്ലാഹുവിനോട് ഇഷ്ടമുള്ളവരാണെന്നല്ല, കഠിനമായി ഇഷ്ടമുള്ളവരാണ്. അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. കണ്ടാ, വിശ്വാസികൾ അല്ലാഹുവിനോട് കഠിനം. ആ അല്ലാഹ് കഴിഞ്ഞിട്ട് നമുക്ക് ആരുള്ളൂ. എനിക്ക് എൻ്റെ ഭാര്യയെ തന്നത് എൻ്റെ റബ്ബാൻ, എനിക്ക് വീട് തന്നത് എൻ്റെ അള്ളയാണ്, എനിക്ക് വാഹനം തന്നത് എൻ്റെ റബ്ബാൻ, എനിക്ക് പാൻക്രിയാസ് തന്നത്, എനിക്ക് ആരോഗ്യം തന്നത് എൻ്റെ റബ്ബാൻ. അതുകൊണ്ട് എൻ്റെ റബ്ബിൻ്റെ വാക്കുകൾക്കെതിരെ ഞാനില്ല. അതുകൊണ്ട് റബ്ബിന് തൃപ്തികരമായി ജീവിക്കുന്ന എല്ലാം ഇബാദത്താണ്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? ആരുടെയൊക്കെയോ തൃപ്തിക്ക് വേണ്ടി പല റബ്ബ് പറഞ്ഞതും മാറ്റിവെക്കുന്ന ആളുകളൊക്കെ നമ്മളെ കൂട്ടത്തിൽ. സമൂഹത്തിനനുസരിച്ച് നീങ്ങുക സഹോദരങ്ങളെ. അല്ല, സൈനബ് റളിയല്ലാഹു അൻഹ അടിമയായ സെയ്ദിനെ വിവാഹം കഴിക്കാമെന്ന് തീരുമാനിച്ചത് അവരുടെ ഇഷ്ടങ്ങൾ എന്തായിരുന്നു? എനിക്ക് സെയ്ദിനെ വേണ്ട എന്നായിരുന്നു. കാരണം സെയ്ദ് അടിമയാണ്.
ഞാനാണെങ്കിൽ ഒരു സ്വതന്ത്രയാണെന്ന് പറഞ്ഞ ആ വിവാഹത്തിൽ നിന്ന് മാറി നിന്ന ആളാണ് സൈനബ് ബീവി. പക്ഷെ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, സൈനബ്, അള്ളാഹുവിൻ്റെ തീരുമാനമാണിത്. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിന ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറാ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലം മുബീനാ. ആരാണോ ഒരു മുഅ്മിനായ ആണാകട്ടെ പെണ്ണാകട്ടെ ഓൽക്ക് പറ്റൂല. എന്ത് പറ്റൂല? അല്ലാഹു റസൂൽ ഒരു തീരുമാനം എടുത്താലേ പിന്നെ മൂന്നാമൻ്റെ ഒരു തീരുമാനം അവിടെ നീ നോക്കണ്ട. കണ്ടോ? റബ്ബിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് നന്മ ചെയ്യും. ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ സൈനബ് ബീവി എന്താ ചെയ്തേ? ഞാൻ സെയ്ദിനെ കെട്ടാൻ തയ്യാറാണ് നബി എന്ന് പറഞ്ഞു. ഓലെ ഇഷ്ടങ്ങളാണ് മാറ്റി വെച്ച് റബ്ബിൻ്റെ ഇഷ്ടത്തിന് ഇമ്പോർട്ടൻ്റ് കൊടുത്തു. പിന്നെ എന്തുണ്ടായത്? സെയ്ദുമായുള്ള വിവാഹത്തിൽ നിന്ന് റബ്ബിൻ്റെ വിധി തീരുമാനപ്രകാരം ഡിവോഴ്സ് ആവുകയും മുത്തുനബിയുടെ ഭാര്യയായി പിന്നീട് സൈനബ് മാറുകയും ചെയ്ത ചരിത്രമല്ലേ നമ്മൾ കണ്ടത്. അപ്പം അള്ളാഹ്ക്ക് കീഴ്പ്പെട്ടാലേ സഹോദരങ്ങളെ ലോകം മുഴുവൻ നമ്മുടെ കീഴിൽ വരും. അല്ലാതൊരു പരിഹാരവും നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അതാണ് ഇബാദത്ത് കൊണ്ട് കിട്ടുന്ന നേട്ടം എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്താണെന്ന് പറയുന്നത് കമാലുൽ ഖൗഫാണ്. പേടിയോടുകൂടി റബ്ബിനെ കുറിച്ചുള്ളൊരു പേടിയുണ്ടല്ലോ, ആ പേടിയോട് കൂടിയായിരിക്കണം എല്ലാ നന്മയും ചെയ്യണം. റബ്ബിൻ്റെ നരകത്തെക്കുറിച്ചുള്ള പേടി. പണ്ഡിതന്മാർ പറയുന്നുണ്ട്, നരകത്തെ പേടിച്ച് തിന്മയിൽ നിന്ന് മാറി നിൽക്കുക, നന്മ ചെയ്യുക. അള്ളാഹുവിനെ പേടിച്ച് നന്മ ചെയ്യുക, തിന്മയിൽ നിന്ന് മാറി നിൽക്കുക. ഇത് രണ്ടും അനുവദിക്കപ്പെട്ടതാ. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ കൂലിയുള്ള കാര്യങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് തിന്മയിൽ നിന്ന് മാറി നിൽക്കൽ, നന്മ ചെയ്യലാണ്. കാരണം നരകം അള്ളാഹിൻ്റെ സൃഷ്ടിയാണ്. ആ നരകത്തെ ഭയന്നുകൊണ്ട് തിന്മയിൽ നിന്ന് മാറി നിൽക്കുന്നതിനേക്കാൾ കൂലി റബ്ബിനെ ഭയന്ന് മാറി നിൽക്കലാണ്. അത്രമേൽ അള്ളാഹ്ക്ക് ഇഷ്ടമാണ് അത്തരം ആളുകളെ എന്നല്ല ഇതിൻ്റെ അർത്ഥം. അതാണ് സഹോദരങ്ങളെ കമാലുൽ ഖൗഫ് എന്ന് പറഞ്ഞാൽ. അതായത് ഭയം വേണം. ഒന്ന് മഹബത്ത്, പിന്നെ ഖൗഫാണ്. പിന്നെ വേണ്ടത് എന്താ? ഇതിൻ്റെയൊക്കെ വൽഹാസിൽ എന്ന് പറഞ്ഞാൽ അത് കമാലുൽ റജാ ആണ്, പ്രതീക്ഷയാണ്. ഇത് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടാൻ പോകുന്ന നേട്ടം, എൻ്റെ റബ്ബ് എന്നോട് തരുമെന്ന് പറഞ്ഞ കുറേ വാഗ്ദാനങ്ങൾ, അതെനിക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ്. സത്യത്തിൽ നമ്മളൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എന്താ? പ്രതീക്ഷയാണ്, അല്ലേ? അപ്പോൾ സഹോദരങ്ങളെ, നിസ്കാരം, അതുപോലെ തന്നെ ചെറുതും വലുതുമായ മറ്റുള്ള ഇബാദാത്തുകൾ, ഇതൊക്കെയാണ് മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ഇബാദത്തിൻ്റെ പൊരുളായിക്കൊണ്ട് നമ്മോട് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അത് റബ്ബ് ഇഷ്ടപ്പെടുന്ന മുഫ്ലിഹീങ്ങളുടെ ക്വാളിറ്റിയാണെന്ന് പറഞ്ഞു. റബ്ബിന് തൃപ്തികരമായ ജീവിതം നയിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. കാരണം റമദാനിൽ നമ്മൾ കൊളുത്തി വെച്ച ഒരു തഖ്വയുടെ പ്രഭയുണ്ട്, അത് കെട്ടുപോയിട്ടില്ല. അത് നമ്മളിങ്ങനെ പല തിന്മകളിലും വ്യാപൃതരായി നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ ഇല്ലാതിരിക്കാൻ നമ്മളൊക്കെ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരമവഞ്ചകനായ പിശാചിനെ കാത്തു സൂക്ഷിക്കാൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. എല്ലാവിധ നന്മകളും എല്ലാവിധ തഖ്വയുടെ ആ തുന്നിയെടുത്ത വസ്ത്രവും സുന്ദരമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിക്കണമേ എന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. എന്തിനാണ് ഇബാദത്തുകൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യൻ്റെ മനസ്സിന് സമാധാനം കിട്ടണമെങ്കിൽ റബ്ബ് പഠിപ്പിച്ച മാർഗരേഖകളിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ ലഭ്യമാവുകയുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കൊരു മനുഷ്യൻ എപ്പോഴാണോ തെന്നി സഞ്ചരിക്കുന്നത്, അസമാധാനങ്ങളായിരിക്കും. ഖുർആൻ പറഞ്ഞെന്താ അല്ലേ? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയങ്ങൾ ശാന്തി അടയുന്നത്, സമാധാനമടയുന്നത് അള്ളാഹുവിൻ്റെ സ്മരണയിലൂടെയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. 3 തരം ദിക്റാണുള്ളത്: നാവ് കൊണ്ട്, കൽബ് കൊണ്ട്, ശരീരം കൊണ്ട്. ഈ പറഞ്ഞതൊക്കെ അതിൽ പെടും. നാവ് കൊണ്ടുള്ള ദിക്റുകൾ നമുക്കറിയാം. ഹൃദയം കൊണ്ടുള്ള ദിക്ർ എന്ന് പറഞ്ഞാൽ എന്താ? പടച്ചവനെ കുറിച്ച് ധാരാളം ആലോചിക്കുക, അവൻ്റെ സൃഷ്ടിജാലങ്ങളെക്കുറിച്ച്, പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കുക, അല്ലേ? ഖുർആൻ പറഞ്ഞില്ലേ, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറയാണ്. അത് മനസ്സിൻ്റെ ദിക്റാണ്. ശരീരം കൊണ്ടുള്ള ദിക്ർ എന്താ? അത് നിസ്കാരം. ശരീരം കൊണ്ട് ചെയ്യുന്ന കുറേ നന്മകളില്ലേ, അതൊക്കെ ശരീരത്തിൻ്റെ ദിക്റാണ്. നിസ്കാരം ദിക്റാണെന്ന് ഖുർആൻ പറയണില്ലേ?
ഇതൊക്കെ നിലനിർത്തുമ്പോഴേ സമാധാനം ഉണ്ടാവുള്ളൂ. അങ്ങനെ സമാധാനം അനുഭവിക്കുന്ന എത്ര ആൾക്കാർ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്? കുറേ സമാധാനമില്ലായ്മയുണ്ട്, കുറച്ച് സമാധാനമുണ്ട്. അങ്ങനെയാണോ? എങ്കിൽ നമ്മളടുത്ത് ഫാൾട്ടുകൾ ഉണ്ട് എന്നല്ല അതിൻ്റെ അർത്ഥം. റബ്ബിൻ്റെ മുന്നിൽ അടിമപ്പെടുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നുണ്ട് പലയിടങ്ങളിലും എന്നല്ലേ അതിൻ്റെ അർത്ഥം. അതാണ് മൂന്നാമതായി ആയത്തിൽ പറഞ്ഞത്, നന്മകൾ കൊണ്ട് ജീവിതം സമ്പന്നമാക്കണം. അത്തരം ആളുകളെ അള്ളാഹുവിന് ഇഷ്ടമാണ്. അത് ഇനി നിങ്ങൾ ചെയ്യുന്നത് ഒരു ഉറുമ്പിൻ്റെ കാലടിയോളം ചെറിയ നന്മയാണെങ്കിലും. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖുർആനിൽ ഏറ്റവും പേടിപ്പെടുത്തുന്ന 2 ആയത്തുണ്ട് എന്നാണ്. അതേതാ? ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖറജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ. ഓതി വരുമ്പോൾ അവസാനത്തെ 2 ആയത്ത് എന്താണ്? ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ. അതുപോലെ തന്നെ ശർറൻ യറ. 2 രൂപത്തിലും അല്ലാഹു പ്രയോഗിച്ചു. ഒരടുമണി തൂക്കം നന്മ ചെയ്തതാരാണോ അതവൻ്റെ റബ്ബ് നാളെ കാണിച്ചു കൊടുക്കും. ഒരടുമണി തൂക്കം തിന്മ ചെയ്തതാരാണോ അതും അല്ലാഹുവിന് കാണിച്ചു കൊടുക്കും. എന്താ ദർറത്ത് എന്ന് പറഞ്ഞാൽ? ഫമൻ യഅമൽ മിസ്ഖാല ദർറ. 2 സ്ഥലത്താണല്ലോ ദർറ എന്ന് പറഞ്ഞ. എന്താ ദർറ? പഞ്ചസാരമണി പെറുക്കാൻ വരുന്ന കറുത്ത ഉറുമ്പിൻ്റെ കാലുകളിൽ ഒരു കാലിൻ്റെ സ്പോട്ട് എന്നാണ് പറഞ്ഞത്. എത്ര ചെറുതായിരിക്കും അത്? ഓട്ടവെയിലൂടെ പാറുന്ന പൊടിപടലങ്ങളിൽ ഒന്ന്. അങ്ങനെ ചില ലിസാനുൽ അറബ് പോലെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം. അത്ര നന്മയുണ്ടോ കാണിച്ചു തരും, അത്ര തിന്മയുണ്ടോ കാണിച്ചു തരും. ഇതാണത്ര ഖുർആനിൽ ഏറ്റവും ഭയപ്പെടുത്തുന്ന 2 ആയത്തുകളെന്ന് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുമ്പോൾ, സഹോദരങ്ങളെ, എത്രയാണ് കനം! രാവിൻ്റെ മറവുകളിൽ കതകുകളടഞ്ഞാൽ, അതുപോലെ തന്നെ നാട് വിട്ടുപോയാൽ തിന്മകളിലേക്ക് അഭിരമിക്കുന്നവരുണ്ടോ? അലം യഅലം ബി അന്നല്ലാഹ യറാ. ഖുർആൻ പറഞ്ഞില്ലേ, അല്ലാഹ് അറിയുന്നു എന്ന് നിങ്ങൾ കാണുന്നില്ലേ? കണ്ടാ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, അല്ലാഹു കൃത്യമായി നമ്മളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാ നിലക്കും. അതാണ് നാളെ പരലോകത്ത് അല്ലാഹു ഹാജരാക്കുക അല്ലേ? മാസ്ക് ചീന്തുന്നൊരായത്തുണ്ട് ഖുർആനിൽ. മാസ്ക് ചീന്തും. ഏതാണ് ആയത്ത്? അല്ലേ? യൗമ തുബുല സറായിർ എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആരാധനകൾ കൊണ്ട് സന്തോഷമടയുന്ന, ജീവിതം കൊണ്ട് ധന്യമാകുന്ന ഒരാളുകളായി മാറാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിച്ചതിൻ്റെ താല്പര്യം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ഖുതുബയുടെ പരിസമാപ്തിയിൽ എനിക്ക് ചേർക്കാനുള്ളത്, സഹോദരങ്ങളെ, ഒരുപാട് മരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2-3-4 സെലിബ്രിറ്റികളുടെ മരണവാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് അല്ലേ? അതുപോലെ തന്നെ എത്രയെത്ര ആളുകൾ ക്യാൻസർ രോഗികളായി മരണപ്പെട്ടു പോയ. ഞാൻ കഴിഞ്ഞ റമദാനിൽ, അതിൻ്റെ തൊട്ട് മുമ്പായി ഒരു 15 ദിവസത്തേക്ക് ഞാൻ ലക്ഷദ്വീപിലേക്ക് പോയിരുന്നു. നമ്മുടെ ഈ ഓരുമുക്കിലായിരിക്കെ തന്നെ ദഅവത്തുമായി ബന്ധപ്പെട്ട് പോയതാണ്. അവിടെ ഞങ്ങൾക്ക് താമസ സൗകര്യം നൽകിയ, ഒരു ദ്വീപിൽ നിന്ന് മറ്റേ ദ്വീപിലേക്ക് പോകാൻ പല പെർമിഷനുകൾ ആവശ്യമാണ്. അതൊക്കെ ഞങ്ങൾക്ക് ചെയ്തു തന്ന, ഞങ്ങളെ കൂടെ ഈ ദ്വീപെന്ന് പറയും നമ്മൾ വിചാരിച്ച പോലെയല്ല. അങ്ങനെ പ്രസംഗിക്കുമ്പോൾ 100-200 ആൾക്കാർ നമ്മളെ മുമ്പിൽ കരയിൽ ഇവിടെ കേരളത്തിൽ വന്നിരിക്കുന്നുണ്ടാവും. അവിടെ 3-4 ആൾക്കാരെ ഉണ്ടാവുള്ളൂ. അവിടെ പരിപാടി സംഘടിപ്പിക്കുന്നവർക്ക് നല്ല പ്രയാസമാണ് പിന്നീട് ജീവിക്കണമെങ്കിൽ തന്നെ. അങ്ങനെയൊക്കെ ഏറെ പ്രയാസത്തോടു കൂടി ജീവിക്കുന്ന ആ നാട്ടിലൊരു സഹോദരൻ അല്ലേ, ഏതാനും ദിവസങ്ങളായിട്ട് ക്യാൻസർ രോഗിയായിട്ട് കിടന്നു. അദ്ദേഹത്തിന് നീണ്ട ദാമ്പത്യ ജീവിതത്തിൽ മക്കളില്ല. കഴിഞ്ഞ 10-ാം തീയതി കൊച്ചിയിലെ ഹോസ്പിറ്റലിൽ അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് ലക്ഷദ്വീപിലേക്ക് മടക്കി, കടമത്ത് ദ്വീപിലേക്ക്. പക്ഷേ ആ സഹോദരൻ 2 ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറിടം സ്വർഗ്ഗതുല്യമാക്കി കൊടുക്കുമാറാകട്ടെ. ആ ഭാര്യ ഒറ്റക്കായി. കണ്ടാ, വലിയ വീടാണ് അത്. ആരാണ് ഇനി അതിൽ താമസിക്കുക? എന്താണ് ഇനി അവസ്ഥ? അതുകൊണ്ട് എല്ലാം ഇട്ടേച്ചുകൊണ്ടൊരു യാത്രയുണ്ട്. സഹോദരങ്ങളെ, നന്മകൾ തേടി പിടിച്ചോളി. എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞ് തീർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നന്മകളിൽ നിന്ന് മാറി നിന്നിട്ട് അത് നമ്മളെ പരലോകം നഷ്ടപ്പെടുന്നൊരവസ്ഥ ഉണ്ടാകരുത്. നമ്മൾ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. എല്ലാവരും എന്ത് ചെയ്യുക? സന്തോഷത്തോടെ ഇവിടെ പഠിക്കുന്ന ദീനി സദസ്സിലൊക്കെ നമ്മൾ വന്നിരിക്കുക. അത് മുനീർ ഷറഫി ക്ലാസ്സിൽ കൊണ്ട് വന്നിരിക്കാൻ വേണ്ടി ഞാൻ പറയല്ല. ആരാട്ടെ, നാളെ പിറ്റേന്ന് വേറെ ആൾ വന്ന് ക്ലാസ് എടുക്കും. അവരൊക്കെ നമ്മൾ പരിഗണിക്കുക. ഒരുപാട് സംരംഭങ്ങൾ നമ്മൾ പള്ളിയിൽ നടക്കണം. ഇപ്പം എന്താഴ്ച? വെള്ളിയാഴ്ച. ഇന്ന് നമ്മളെ ഖുർആൻ ക്ലാസ്സിൻ്റെ ദിവസമാണ്. സൂറത്ത് യൂസുഫാണ് പഠിക്കുന്നത്. അത് പഠിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ സങ്കടങ്ങളില്ല എന്നല്ലേ ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്? എത്ര ആളുകൾ ആ ക്ലാസ്സിൽ വന്നിരിക്കുന്നുണ്ട്? 168 മണിക്കൂറുണ്ട് ഒരാഴ്ച. 1 മണിക്കൂർ അള്ളാഹ്ക്ക് കൊടുത്തൂടെ? ഇപ്പം ഇന്നലെ മഗ്‌രിബിന് ശേഷം രാത്രി 9-9:45 വരെ നമ്മളെ പഠന ഭാഗമൊക്കെ ഭയങ്കര ബ്ലോക്കാണ്.
ഞാൻ അതൊന്നും കൊച്ചാക്കുകയോ മറ്റൊന്നുമല്ല. എന്താണ് ഇപ്പോഴത്തെ ഹ്യൂമിഡിറ്റി എത്രയാണ്, എന്താണ് അന്തരീക്ഷത്തിലെ ചൂട് എത്രയാണ് പ്രിയപ്പെട്ടവരെ, അല്ലേ? അതൊന്നും വകവെക്കാതെ ഒരു രാഷ്ട്രീയ യുവ പൗരൻ വന്നു എന്നുള്ളതിൻ്റെ പേരിൽ വോട്ട് ചോദിക്കാനും അദ്ദേഹത്തെ ഒന്ന് കാണാനും അദ്ദേഹത്തിൻ്റെ സംസാരം ഒന്ന് കേൾക്കാനും എത്ര ആളുകളാണ് തിരക്കുകൾ മാറ്റിവെച്ച് അവിടെ എത്തിയത്. അള്ളാഹുവിൻ്റെ കലാമ് കേൾക്കാൻ എന്തേ നമ്മൾ വരാത്തത്? സ്നേഹത്തോടു കൂടി ചോദിക്കുകയാണ്. നിങ്ങളിത് ഒന്നും മനസ്സിൽ വെക്കാതെ കേൾക്കി. സഹോദരങ്ങളെ, രാഷ്ട്രീയം നമുക്ക് വേണം, അതിനെക്കുറിച്ചുള്ള ബോധം വേണം. പക്ഷെ അവിടെ കാണിക്കുന്നൊരു താല്പര്യം നമുക്ക് ഇവിടെ കാണില്ലല്ലോ, ആ ഒരു ഡെഡിക്കേഷൻ കാണുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ഖുർആൻ ക്ലാസ്സിലേക്ക് എന്താ നമ്മളെ പള്ളിയിലേക്ക് AC വെച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. ഇന്നലെ പടന്നിയിലൊക്കെ AC ഉണ്ടോ? ആ രാഷ്ട്രീയ നേതാവിനെ കാണാൻ പോയപ്പോൾ ഇല്ല. വേർത്ത് കുളിക്കുക, എന്നാലും വേണ്ടിയിൽ ഒന്ന് കാണണം, ആ പ്രസംഗം ഒന്ന് കേൾക്കണം, അല്ലേ? എന്താ പറയണത്? ദുനിയാവാണ്, അല്ലേ? നമ്മളെ പള്ളിയിൽ ഒറ്റവട്ടം കരണ്ട് പോയാൽ മതി ഖുർആൻ ക്ലാസ്സിൻ്റെ ഒരു ദിവസം. എന്താ പറയുക, അടുത്ത ആഴ്ച ക്ലാസ്സിൻ്റെ പള്ളിയിൽ ഭയങ്കര ചൂടാണ്, അത് കംപ്ലൈൻറ്റ്. എന്തിനും കുറ്റവും കുറവും കാണുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. പണ്ടൊരാൾ സദ്യ തിന്നാൻ പോയി, നല്ല അടിപൊളി സദ്യ, ഒന്നിനും കുറവ് പറയല്ല. അപ്പോൾ ഒരാൾ ചോദിച്ചു, അടക്ക് ഇന്ന് എന്താ കുറവ് പറയാൻ ഒന്നുമില്ല ചോദിച്ചു. കുറവ് പറയുന്ന ആളോട് അയാൾ പറഞ്ഞു, പഴം കുറച്ച് ചെറുതായി. അല്ല, അതൊരു കുറവാണ്. ഇങ്ങനെ പറഞ്ഞ് മാറി നിൽക്കേണ്ട രംഗമാണോ സഹോദരങ്ങളെ നന്മയുടെ രംഗം എന്ന് പറഞ്ഞാൽ? നമുക്ക് നമ്മുടെ കൂടെ മയ്യത്തിൻ്റെ കഫം പുടവയുടെ കൂടെ നന്മകൾ വേണ്ടേ? ആടിയുലഞ്ഞ മയ്യത്തായി 6 കാലുള്ള കട്ടിലിൽ പള്ളിക്കാട്ടിലെ ചാലിലേക്ക് നമ്മളെ ചെരിച്ചു കിടത്തുമ്പോൾ നമുക്കവിടെ പ്രകാശം വേണ്ടേ? അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം അവിടെ നന്മകളിൽ വ്യാപൃതരാവുക. ഖൈറുന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ആരാണ്? നന്മകളിൽ വ്യാപൃതരാകുന്നത്. അള്ളാഹു അവരിൽ നമ്മെ ചേർക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഞാൻ എല്ലാ ഹുത്ബയിലും പറയുന്ന കാര്യങ്ങളായിരുന്നു ഇതൊക്കെ. പിന്നെ ചില ഉദാഹരണങ്ങൾ വെച്ചിട്ട് പറഞ്ഞ് ചില ആളുകൾക്ക് എപ്പോഴാണ് മനസ്സിൽ ബൾബ് എത്തുമെന്ന് പറയാൻ പറ്റൂലല്ലോ, അത് ഉണർത്തിയെന്ന് മാത്രം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മാർഗത്തിൽ നന്മയിൽ വ്യാപൃതമാകാൻ, ഹൈറായ ജീവിതം മുന്നോട്ട് നയിക്കാൻ, അങ്ങനെ തന്നെ സന്തോഷത്തോടു കൂടി സ്വർഗത്തിലും അഖൈദും കണ്ട് മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ ചേരാൻ അള്ളാഹു നമുക്കെല്ലാം മഹത്തായ അവസരത്തെ പ്രദാനം ചെയ്യുമാറാകട്ടെ. പാപികളായ സാധുക്കളായ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വന്നുപോയ ഒരുപാട് വീഴ്ചകളുണ്ട്. അള്ളാഹു അതെല്ലാം നമ്മൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ക്യാൻസർ രോഗങ്ങൾ പോലെയുള്ള വലിയ വലിയ രോഗങ്ങൾക്ക് പെട്ടെന്ന് അടിമപ്പെട്ട് സ്റ്റേജുകളൊക്കെ കഴിഞ്ഞ് 4ാമത്തെ സ്റ്റേജിലൊക്കെ ആകുമ്പോഴാണ് പലതും കണ്ടുപിടിക്കാൻ കഴിയുന്നത്. പിന്നീട് തിരിച്ചു പിടിക്കാൻ കഴിയാത്ത അവസ്ഥയിലെ പെട്ടെന്ന് തന്നെ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ദ്വീപിലെ മനുഷ്യൻ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, പെട്ടെന്നാണ് കേസ് തെളിയിക്കപ്പെട്ടത്. അങ്ങനെയൊക്കെ വിട പറഞ്ഞു പോകുന്ന കുറേ ആളുകളുണ്ട്. ഭയപ്പെട്ടുകൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ മുന്നോട്ട് പോകുന്നത്. നമുക്ക് റഹ്മാനായ റബ്ബിലേക്ക് കൈകളുയർത്താം. എല്ലാ രോഗങ്ങളിൽ നിന്നും, എല്ലാ ചെറുതും വലുതുമായ രോഗങ്ങളിൽ നിന്നും റഹ്മാനായ റബ്ബ് നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ സമൂഹത്തിൽ രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായ ശിഫ നൽകുമാറാകട്ടെ. നമ്മുടെ പള്ളിയിൽ വരുന്ന പടന്നയിലുള്ളൊരു സഹോദരൻ്റെ കുടുംബത്തിലെ ഒരു 30 വയസ്സിൻ്റെ മുകളിലുള്ളൊരു സഹോദരി ക്യാൻസർ രോഗം വന്ന വയറ്റിൽ ക്യാൻസർ രോഗം വന്ന് കുറച്ച് ടെൻഷനിലും പ്രയാസത്തിലൊക്കെ തന്നെയാണ്. ആ സഹോദരിക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആരുടെയെങ്കിലും ഒരാമീൻ സ്വീകരിച്ച് ജീവിതത്തിലേക്ക് ആ സഹോദരി തിരിച്ചു വന്നാൽ അത് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന വലിയൊരു നന്മയാണ്. ഒരു പക്ഷേ മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യും. അല്ലാഹുവേ, ആ ക്യാൻസർ രോഗിയായ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന ആരാണോ പ്രാർത്ഥിച്ചത് അവർക്ക് ആ രോഗം കൊടുക്കല്ലേ എന്ന് മലക്കുകൾ ദുആ ചെയ്യും. ആ സഹോദരിയുടെ പരിപൂർണമായ ആ സഹോദരിയുടെ ശരീരത്തിലെ എന്തെല്ലാം പ്രയാസങ്ങളാണോ അതെല്ലാം അള്ളാഹു പരിപൂർണമായി ശിഫ നൽകുമാറാകട്ടെ. എത്രയും പെട്ടെന്ന് ആ കുടുംബത്തിലേക്ക് ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരാനുള്ള തൗഫീഖിനെ അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്, മുഅ്മിനാത്തുകളുണ്ട്. പല ആളുകളും അവരുടെ അമലുകളുമായി ഖബറിൽ കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ എല്ലാ സഹോദരങ്ങൾക്കും മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ ഖബറിടം അള്ളാഹു സ്വർഗ്ഗതുല്യമാക്കി കൊടുക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് റബ്ബിൻ്റെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന സമയത്ത് ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും മറുവിഭാഗത്തെ നരകത്തിലേക്കും അള്ളാഹു തിരിച്ചു വിടുമ്പോൾ സ്വർഗത്തിലേക്ക് നരകത്തിൻ്റെ മുകളിലൂടെ സ്ഥാപിക്കപ്പെട്ട സിറാത്ത് കടന്നു പോകുന്ന മഹാവിജയികളിൽ അള്ളാഹു സാധുക്കളായ പാപികളായ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇണകൾ, നമ്മുടെ മക്കൾ, അവരിൽ നിന്ന് അള്ളാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا
إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين.